നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉപ്പുമാവ് തന്നെയായിരുന്നു. ഇപ്പം ബിരിയാണി എന്നുള്ളൊരു മാറ്റം കൊണ്ടുവന്ന ആളാണ് ഇപ്പം എൻ്റെ മടിയിലിരിക്കുന്നത്. എടാ ത്രിജലേ, സുന്ദര, എന്റെ വീട്ടിൽ JCB ഉണ്ടല്ലോ. ഒരു JCB ഉണ്ട് എന്നുള്ള കാര്യമാണ്. നീ വേറൊരു കാര്യം അറിഞ്ഞോ? എനിക്ക് ത്രിജലേന്ന് വിളിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് വിളിക്കണം? ശംഖു എന്ന് വിളിച്ചാൽ മതിയാ? ശംഖുവിന് ബിരിയാണി ഇനി മുതൽ കിട്ടും കേട്ടോ. അങ്ങനെ വേണ്ടി അറിഞ്ഞായിരുന്നോ? എങ്ങനെ അറിഞ്ഞു? ഇന്നലെ അറിഞ്ഞോ? അമ്പടാ, നീ ഇന്നലെ അറിഞ്ഞു ബിരിയാണി കിട്ടുന്ന കാര്യം. അപ്പോൾ എന്തായാലും നിനക്കേ ബിർനാണി ഇനിയിപ്പോൾ ബിർനാണി തന്നെ കിട്ടും അവിടെ. സന്തോഷമായാ? അതൊന്നൊരു പാട്ട് പാടിക്കുക സന്തോഷമായെങ്കിൽ. അത് കണ്ണാന്തുമ്പി പാടിയാൽ മതി. കണ്ണാന്തുമ്പി പാടി തരുമോ? ആ പാട്ടാണോ പാടിയതിപ്പോ? നിന്നെ കൂടാതില്ലല്ലോ നുള്ളിൽ തിട്ടം വെക്കെട്ടുന്നു. കണ്ടോ, എന്തായാലും അടിപൊളി പാട്ടൊക്കെ പാടുന്ന ആളാണ് ത്രിജൽ എസ് ശങ്കർ സുന്ദർ. അപ്പം എന്താ പറയാനുള്ളത് നിനക്ക്? ബിരിയാണി തന്നെ മന്ത്രിയോട് താങ്ക് യു പറയണ്ടേ? എന്നാ പറയ്, താങ്ക് യു പറയ്. ആണോ? അംഗനവാടിയിൽ ഇനി എല്ലാവർക്കും ബിരിയാണി ഉണ്ട് കേട്ടോ. ഈ വൈശൂട്ടൻ എന്ന് പറയുന്നത് ഈ ശംഖുവിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ വൈശൂട്ടനും ബിരിയാണി കൊടുക്കണം എന്നാണ് ശംഖു ഇത്രയും നേരമായിട്ട് നമ്മളോട് പറഞ്ഞത്. ഈ വൈശൂട്ടന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ അംഗനവാടി പഠിക്കുന്ന ആളുകൾക്കും ഈ ബിരിയാണി ഇനി മുതൽ കിട്ടുമെന്ന് തന്നെ. ഉപ്പുമാവ് തിന്നില്ല? ഇന്ന് ആള് വന്നതിന് മുമ്പ് ഞാൻ വേഗം ഉപ്പുമാവ് തിന്നാതെ ഓടി വന്നു. ആണോ?